എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു മലയാളം കലിഗ്രാഫറാണ്. കലിഗ്രാഫി എന്താണെന്ന് എല്ലാവർക്കും അറിയാമോയെന്ന് അറിഞ്ഞൂടാ. കലിഗ്രാഫിയെപ്പറ്റി കേട്ട് കാണും, പക്ഷേ കലിഗ്രാഫിയെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മൾ ഡിക്ഷണറിയിലൊക്കെ നോക്കുമ്പോൾ കലിഗ്രാഫി എന്ന് വെച്ചാൽ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് എന്നാണ് കാണുന്നത്. അപ്പം കലിഗ്രാഫി ആദ്യകാലങ്ങളിൽ അച്ചടി വരുന്നതിനും ഒക്കെ വളരെ മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എഴുതി ഒരു പുസ്തകമാണെങ്കിലോ അങ്ങനെയുള്ളതൊക്കെ പകർത്തി എഴുതണമെങ്കിൽ വൃത്തിയായിട്ട് എഴുതി സൂക്ഷിക്കുന്ന ആ ഒരു രീതിയിലാണ് കലിഗ്രാഫി ആദ്യകാലത്ത് ആരംഭിച്ചത്. എങ്കിലും ഇപ്പോൾ ഈ നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും കലിഗ്രാഫി അതിൽ നിന്നും ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഒരുപാട് വളർന്നു എന്ന് കഴിഞ്ഞാൽ കേവലം എഴുതുക മാത്രമല്ല, എഴുത്തിനേക്കാൾ ഒരു പടി കൂടി മുകളിൽ, അതായത് ചിത്രകലയേക്കാളും ഒരു പടി മുന്നിലെന്ന് ഞാൻ പറയുമ്പോൾ പലരും എന്നോട് അതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചിത്രകലയേക്കാളും ഒരു പടി മുകളിലാണ് കലിഗ്രാഫി നിൽക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഞാനത് പറയുന്നതിൻ്റെ കാര്യം, ചിത്രകലയിലാണെങ്കിൽ ഒരു രൂപവും ഒരു നിറവും ഒരാശയവും ഉണ്ടെങ്കിൽ കലിഗ്രാഫിയിൽ ഇത് മൂന്നിനും അപ്പുറം ഒരു അക്ഷരം അല്ലെങ്കിൽ ഒരു സാഹിത്യം, ഒരു വാക്ക് കൂടി ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് ഒരു പടി മുകളിലെന്ന് ഞാൻ പറയുന്നത്. ലോകത്ത് ഉള്ള പല രാജ്യങ്ങളിലുമുള്ള പല കലാരൂപങ്ങളും പല സാംസ്കാരിക കാര്യങ്ങളും എല്ലാം ഇന്ത്യ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതേപോലെ കലിഗ്രാഫിയിലും ഇന്ത്യ മറ്റു രാജ്യങ്ങളിലെ പോലെ തന്നെ ധാരാളമായിട്ട് ഇവിടെ ദേവനാഗരി കലിഗ്രാഫിയും ബംഗാളി, ഉറുദു കലിഗ്രാഫി എല്ലാം ധാരാളം നല്ല നിലയിൽ തന്നെ വന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി അറിയില്ല, തെക്കേ ഇന്ത്യയിൽ കലിഗ്രാഫി തീരെ കുറവായിട്ടാണ് കാണുന്നത്, മലയാളത്തിൽ പ്രത്യേകിച്ചും. നമ്മൾ സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണെങ്കിലും കലിഗ്രാഫിയിൽ നമ്മൾ വളരെ പിന്നിലാണ്. 2017 പൂനെയിൽ നടന്ന ഒരു കലിഗ്രാഫി ക്യാമ്പ്, അക്ഷരായ എന്ന ബോംബെയിലുള്ള ഒരു ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഒരു ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അപ്പം ഇന്ത്യയിലെ ഏറ്റവും മികച്ച 11 കലിഗ്രാഫർ, എന്നെ കൂടാതെ 11 കലിഗ്രാഫർമാരായിരുന്നു അവിടെ പങ്കെടുത്തിരുന്നത്. അവരൊരു കലണ്ടറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ കലിഗ്രാഫി ക്യാമ്പ് നടത്തുന്നത്. ഓരോ മാസവും ഓരോ കലിഗ്രാഫർമാർക്ക്, അങ്ങനെ 12 പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. അപ്പോൾ ആ ക്യാമ്പിൽ വെച്ച് ഞാൻ ഈ ഇന്ത്യയിലുള്ള മറ്റ് കലിഗ്രാഫർമാരെയൊക്കെ പരിചയപ്പെടുന്നതും ആ ക്യാമ്പിൽ വെച്ചാണ്. ഇന്ത്യയിലെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കലിഗ്രാഫർമാരാണ് ബാക്കിയുള്ളവരെല്ലാവരും. അപ്പം ബോംബെ JJ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡീനായിട്ടുള്ള സന്തോഷ് ക്ഷീർസാഗർ എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഈ കേരളത്തിൽ കലിഗ്രാഫി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിൽ കലിഗ്രാഫി ഇല്ല എന്ന്. അദ്ദേഹം ദേഷ്യത്തോടെയാണ് എന്നോട് ചോദിച്ചത്, നിങ്ങൾ 100% സാക്ഷരതയുണ്ടെന്ന് അഭിമാനിക്കുന്നവരല്ലേ, എന്നിട്ടെന്താണ് ഈ അക്ഷര കൊണ്ടുള്ള ഈ കല അവിടെ ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം മുട്ടി, എനിക്ക് മറുപടി പറയാനില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ മനസ്സിലൊരു തീരുമാനമെടുത്തു, 10 വർഷത്തിനകം കേരളത്തിൽ കലിഗ്രാഫി എന്താണെന്നെങ്കിലും ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക, ഒരു പോപ്പുലറൈസ് ചെയ്യുക, അത് മാത്രമേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പം അതിനുവേണ്ടിയുള്ള അന്ന് തൊട്ട് തുടങ്ങിയ എൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഈ വേദിയിൽ സംസാരിക്കാൻ തയ്യാറായത് പോലും. അപ്പം
നേരത്തെ പറഞ്ഞ ഞാൻ വിചാരിച്ചാൽ എനിക്ക് അത്രേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് എപ്പോഴും അധികാരമുള്ളവർക്ക് മാത്രമാണ് അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒക്കെ സ്കൂളിൽ കലിഗ്രാഫി പാഠ്യവിഷയമാക്കണം എന്ന് പറഞ്ഞാൽ കലിഗ്രാഫിക്ക് വളർച്ചയുണ്ടാകും. അല്ലാതെ അതിനെ ഞാൻ വിചാരിച്ചാൽ അത്രയും പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് ഒരു ഉദാഹരണം, അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ട് ജവഹർലാൽ നെഹ്റുവിനെ ഏൽപ്പിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു ചെയ്തത് പ്രേം ബിഹാരി എന്ന ഒരു കലിഗ്രാഫറെ ഇത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഇത് പേന കൊണ്ട് എഴുതുകയാണ്, കലിഗ്രാഫി ചെയ്യുകയാണ് വെച്ചത്. 400ഓളം നിബ്ബുകളാണ് അദ്ദേഹത്തിന് അത് എഴുതേണ്ടി വന്നത്. കാര്യം 2.5 വർഷം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത്. കാര്യം എഴുതി കുറേ കഴിയുമ്പോൾ നിബ്ബ് ഒടിഞ്ഞു പോവുകയോ തേഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത നിബ്ബ് എടുക്കും. അങ്ങനെ 400ഓളം നിബ്ബുകളൊക്കെ ഉപയോഗിച്ച് 2.5 വർഷം കൊണ്ടാണ് പ്രേം ബിഹാരി ഒരു പ്രതിഫലവും മേടിക്കാതെ ഈ ഇന്ത്യൻ ഭരണഘടന എഴുതിയത്. ഒരു കണ്ടീഷനേ ഉള്ളായിരുന്നു, എല്ലാ പേജിലും അദ്ദേഹത്തിൻ്റെ പേര് വെക്കും. ഏറ്റവും അവസാനത്തെ പേജിൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെയും പേര് വെക്കുമെന്ന്. ഗൂഗിളിൽ ഭരണഘടനയുടെ പേജ് നിങ്ങൾക്ക് നോക്കാൻ കിട്ടും. അതിൽ നോക്കിയാൽ മതി. ഓരോ പേജിൻ്റെയും ഇടതുവശത്ത് താഴെയായിട്ട് പ്രേം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു അധികാര സ്ഥാനത്തിരുന്ന ഒരാൾ വിചാരിച്ചത് കൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. ഇക്കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇങ്ങനൊരു കാര്യം വന്നാൽ അവിടുത്തെ DTP ഓപ്പറേറ്ററെയോ അല്ലെങ്കിൽ ഒരു ക്ലർക്കിനെയോ ഏൽപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനൊരു കലിഗ്രാഫറെ അത് ഏൽപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മലയാളത്തിനൊരു പോപ്പുലാരിറ്റി ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ച അന്ന് തൊട്ട് ഞാൻ ധാരാളം വർക്ക്ഷോപ്പുകൾ, എക്സിബിഷനുകൾ, കലിഗ്രാഫി ഫെസ്റ്റിവലുകളൊക്കെ കേരളത്തിൽ നടത്തി വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇതിനെപ്പറ്റി എനിക്ക് ഗവേഷണം ചെയ്യുക പോലുള്ള കാര്യങ്ങൾ അക്കാഡമിക്കായിട്ടുള്ള രീതിയിൽ എനിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാൻ അല്ലാതെ പലതും വായിച്ചും അന്വേഷിച്ചും മനസ്സിലാക്കിയത് കേരളത്തിൽ എന്തുകൊണ്ട് കലിഗ്രാഫി ഇല്ല എന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ നമ്മുടെ ഇവിടെ താളിയോലയിലായിരുന്നു പണ്ട് കാലത്ത് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ താളിയോലയിൽ എഴുതാൻ ചില പരിമിതികളുണ്ട്. നെടുക ഒരു വര വരച്ചാൽ ഓല കീറിപ്പോവുക പോലുള്ള. അപ്പോൾ അതുകൊണ്ടാകാം നമ്മുടെ അക്ഷരങ്ങൾ പോലും കൂടുതൽ ഉരുണ്ട അക്ഷരങ്ങളായത്. പിന്നെ പേപ്പർ കേരളത്തിലല്ല തെക്കേ ഇന്ത്യയിൽ വന്നത് വളരെ താമസിച്ചാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വന്ന് വളരെ കഴിഞ്ഞിട്ടാണ് പേപ്പർ വരുന്നത്. അപ്പം പേപ്പർ വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ഓലയിൽ എഴുതി ശീലിച്ച നമ്മൾ ആ എഴുതുന്ന കണ്ടൻറ്റിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത്. അക്ഷരത്തിൻ്റെ ഭംഗിയേക്കാൾ കൂടുതൽ കണ്ടൻറ്റിൽ ശ്രദ്ധിച്ചത് കൊണ്ട് നല്ല സാഹിത്യകൃതികൾ ധാരാളം അക്കാലത്തുണ്ടായി. പക്ഷേ നമ്മൾ ഈ കലിഗ്രാഫിയിൽ അക്ഷരത്തിൻ്റെ ഭംഗിയിൽ താല്പര്യം കുറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അച്ചടിക്ക് ശേഷം ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ വന്നപ്പോൾ അതിൻ്റെ തലക്കെട്ട് എഴുതുക പോലുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ് കലിഗ്രാഫിക്ക് വീണ്ടും ഒരു ഉണർവ് വന്നതെന്ന് കരുതുന്നു. ഞാനും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു ദിവസം 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, ഒരു ദിവസം തോന്നി അക്ഷരം വൃത്തിയായിട്ട് എഴുതണം എന്ന്. അന്ന് മുതൽ ഞാൻ വൃത്തിയായിട്ട് എഴുതാൻ തീരുമാനിക്കുകയായിരുന്നു. ക്ലാസ്സിൽ സാറ് നോട്ട് പറഞ്ഞു തന്നാൽ ഞാൻ വൃത്തിയായിട്ട് എഴുതുന്നതുകൊണ്ട് എനിക്ക് പതുക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. മറ്റു കുട്ടികൾ എഴുതി കഴിഞ്ഞാലും വീണ്ടും സമയമെടുക്കും എനിക്ക് എഴുതാൻ. പരീക്ഷയ്ക്ക് ചിലപ്പം 1-2 ചോദ്യം വിട്ടുകളയേണ്ടി വരും. പരീക്ഷയിൽ തോറ്റാലും വേണ്ടില്ല, വൃത്തിയായിട്ട് എഴുതുകയേ ഉള്ളൂ എന്ന തീരുമാനത്തിന് അന്നും മാറ്റമുണ്ടായില്ല. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ വന്ന സമയത്ത് ജോലി ചെയ്ത് പഠിക്കുക എന്ന ഒരു തീരുമാനത്തിൽ
ജോലി അന്വേഷിച്ച് നടന്ന് കലാകൗമുദി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ ജോലി കിട്ടി. അവിടെ എൻ്റെ ഈ അക്ഷരം നല്ലതായതുകൊണ്ട് കലിഗ്രാഫർ എന്ന ഡെസിഗ്നേഷനിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അതിനുശേഷവും അതിനു മുമ്പും കേരളത്തിൽ അങ്ങനെ ഡെസിഗ്നേഷൻ കിട്ടിയ ഒരാളുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം അവിടെ വെച്ച് ഈ തലക്കെട്ടുകൾ, എൻ്റെ 50,000-ലേറെ തലക്കെട്ടുകൾ ഞാൻ എഴുതി. വളരെ ആസ്വദിച്ച് അക്ഷരത്തോടുള്ള ഇഷ്ടം കൊണ്ട് നല്ല ഭംഗിയായിട്ട് രസമായിട്ട് എഴുതുക എന്നുള്ളതായിരുന്നു എൻ്റെ രീതി. അത് കഴിഞ്ഞ് 10-20 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഈ കയ്യക്ഷരങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സിബിഷൻ, തിരഞ്ഞെടുത്ത കുറേ തലക്കെട്ടുകളുടെ എക്സിബിഷൻ നടത്തുക എന്നൊരു തീരുമാനമെടുത്ത് അങ്ങനെ ഒരു എക്സിബിഷൻ നടത്തി. അപ്പോൾ അതിൽ ജനങ്ങളിൽ നിന്ന്, അത് കണ്ടവരിൽ നിന്ന് കിട്ടിയ ഒരു പ്രതികരണമാണ് എന്നെ കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കാൻ താല്പര്യം കാണിച്ചത്. അതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞ പൂനെയിലെ എക്സിബിഷനുമൊക്കെ. അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, ഇത് ചിത്രം വരയ്ക്കാൻ അറിയണമെന്ന് പോലുമില്ല, കയ്യക്ഷരം നല്ലതാണെങ്കിൽ അല്ലാത്തവർക്ക് പോലും നിരന്തരം പ്രാക്ടീസ് കൊണ്ട് ചെയ്ത നല്ല കലിഗ്രാഫറാകാമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ തീരുമാനം മാത്രമാണ്. പിന്നെ പ്രാക്ടീസ്, എത്രയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ല കാര്യമായിട്ടാണ് ഇതിന് ചെയ്യുന്നത്. കലിഗ്രാഫിയുടെ വേറൊരു പ്രത്യേകത, മറ്റ് കലാരൂപങ്ങൾ, ഇപ്പോൾ ചിത്രമെഴുത്തായാലും സിനിമയായാലും നാടകമായാലും അത് പൂർത്തിയായി കഴിഞ്ഞാണ് നമുക്ക് കാണുന്നത് രസമായിട്ട് തോന്നുന്നത്. കലിഗ്രാഫിയെ സംബന്ധിച്ച് അങ്ങനല്ല, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലും ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ കലിഗ്രാഫി, അതിന് എൻ്റെ ആ ഇഷ്ടം, എനിക്ക് ഒരു അക്ഷരത്തിൽ എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കാം, അക്ഷരത്തെ എനിക്ക് അത്ര ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് എല്ലാ ദിവസവും 2 മണിക്കൂർ, വെളുപ്പിന് 3 മണിക്ക് എണീച്ച് 2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഈ സംഗീതജ്ഞർ എത്ര വലിയ പാട്ടുകാരായാൽ പോലും അവർ സാധകം ചെയ്യുന്നത് പോലെ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കൈയുടെ ഒരു വഴക്കം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പ്രാക്ടീസ് കൊണ്ടാണ് എൻ്റെ ഈ കൈയുടെ വഴക്കം നിർത്തുന്നത്. അത് കുറേ ദിവസം ചെയ്യാതിരുന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇത് ഓരോ ദിവസവും ആസ്വദിച്ച് ചെയ്യുന്നത് കൊണ്ട് അത് കൂടുതൽ കൂടുതൽ ഓരോ ദിവസം ചെല്ലുന്നവരും എനിക്ക് രസകരമായിട്ട് തോന്നുന്നു. അപ്പം ഞാൻ എഴുതുന്ന കുറച്ച് രീതികളൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം അക്ഷരം നേരത്തെ പറഞ്ഞ പോലെ എഴുതുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പം മലയാളം അക്ഷരം എല്ലാവർക്കും അറിയാം എന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ അറിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണേലും എഴുതാം എന്ന്
അപ്പോൾ അക്ഷരം ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെ വേണമെങ്കിലും എഴുതാം. അത് നമ്മൾ ഈ പ്രാക്ടീസ് കൊണ്ട് കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ ഇതിനു വേണ്ടി ധാരാളം ടൂളുകളുണ്ട്. ടൂളുകൾ അനുസരിച്ച് നമുക്കതിൻ്റെ ഭംഗി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ അക്ഷരത്തിൻ്റെ വടിവ്, അതായത് അക്ഷരത്തിൻ്റെ അനാട്ടമി കറക്റ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടൂള് ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ഇതെങ്ങനെ, ഇതിപ്പം ഞാൻ ചെറിയ ചെറിയ വാക്കുകളാണ് എഴുതിയ, കൂടുതൽ ഇതൊക്കെ എഴുതുമ്പം തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് തെറ്റുന്നതിനെ പറ്റി. തെറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുമില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, തെറ്റും എന്ന് വിചാരിച്ച് ഒരു കാര്യം ചെയ്താലാ ചിലപ്പോൾ തെറ്റുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ എപ്പോഴും ഞാൻ ശുഭാപ്തി വിശ്വാസി ആയതുകൊണ്ടാകാം തെറ്റുന്നില്ല, തെറ്റുകയില്ല എന്ന് വിചാരിച്ചാണ് എഴുതുന്നത്. തെറ്റിക്കഴിയുമ്പോൾ ആണെങ്കിൽ അത് അന്നേരം ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കലിഗ്രാഫിയിലേക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും വരാവുന്നതാണ്. നമ്മൾ അക്ഷരത്തെ ഇഷ്ടപ്പെടുന്ന എന്നുള്ളതാണ്. നമുക്ക് അക്ഷരമില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ ആ അക്ഷരത്തെ നമ്മളെന്നും ഉപയോഗിക്കുന്ന ആ അക്ഷരത്തെ നമ്മൾ ഇഷ്ടപ്പെടണം. അത് നമുക്ക് നല്ലതേ അതുകൊണ്ട് ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. പിന്നെ ഇതോടെ ഞാൻ നിർത്തുകയാണ്, സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു.